നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പെരുമണ്ണൂർ പുതിയടത്ത് പൂരത്തിനോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയ 12-അംഗ സംഘം ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. പെരുമണ്ണൂർ സ്വദേശികളായ മണികണ്ഠൻ, ബാലസുബ്രഹ്മണ്യൻ, ഫ്ലമിംഗ്, അഭിജിത്ത്, അഖിൽ, വിനോദ്, അജീഷ്, ഗിരീഷ്, ഗജനാഥ്, ശ്രീനിവാസൻ, ജിനേഷ്, മോഹൻദാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ആക്രമണത്തിന് ശേഷം മൂക്കുതല പ്രദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അതിവിദഗ്ധമായാണ് ചാലിശ്ശേരി പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു പെരുമണ്ണൂർ കൈപ്പർക്കുന്ന് പ്രദേശത്ത് 15ഓളം വരുന്ന അക്രമി സംഘം വ്യാപക ആക്രമണം നടത്തിയത്. ചാലിശ്ശേരി പെരുമണ്ണൂർ പുതിയടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വഴിയിൽ പിക്കപ്പ് വാൻ നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് അർദ്ധരാത്രിയിൽ നടന്ന ആക്രമണത്തിലേക്ക് വഴിതെളിയിച്ചത്. വലിയ വളപ്പിൽ മുസ്തഫ, വാഗേപ്പാടത്ത് സുബൈർ, കരുമത്തിൽ സൂരജ്, വാഗേപ്പാടത്ത് മുസ്തഫ, വലിയ വളപ്പിൽ അബൂബക്കർ എന്നിവർക്കാണ് മാരകായുധങ്ങളുമായി എത്തിയ പ്രതികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ബഹളം കേട്ടെത്തിയ സുബൈറിന്റെ ഉപ്പ മുസ്തഫയ്ക്ക് കാലിന് ആയുധം കൊണ്ടുള്ള അടിയേറ്റെങ്കിലും പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണിനാണ് അടിയേറ്റത്. ഇതിനാൽ തുടയില് തകരാതെ മുസ്തഫ രക്ഷപ്പെടുകയായിരുന്നു. മുസ്തഫയുടെ ഫോൺ പൂർണ്ണമായും തകർന്നു. വലിയ വളപ്പിൽ മുസ്തഫയുടെ പിതാവ് അബൂബക്കറിനും ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ മലയാള കമ്മിറ്റി വന്നിട്ട് അടി നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വരുമ്പോഴാണ് ഇവർ എന്നെ മർദ്ദിച്ചത്. എൻ്റെ ഫോണ് എൻ്റെ പോക്കറ്റിലുള്ള കാരണം, ടൗസറിൻ്റെ പോക്കറ്റിലെ എൻ്റെ ഫോണ്, അത് കാരണം എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടാനുണ്ട്, എൻ്റെ ഫോൺ തകർന്ന്. അപ്പോൾ ഇത്രയും കൂടുതൽ ഒരു വളരെ ഭീകര ആക്രമണമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. മാരകായുധങ്ങൾ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തുള്ളവരായിരുന്നു അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അവരെല്ലാവരും എല്ലാ കാര്യത്തിനും അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മർദ്ദനമേറ്റ സുബൈറിന്റെ കാൽമുട്ടിന് ഗുരുതര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. കാൽമുട്ട് ലിഗമെന്റിന് ഗുരുതര പരിക്കേറ്റ സുബൈറിനെ നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇയാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. രാത്രി ഞങ്ങള് പുറത്തായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു സംഘം കൂട്ടം വന്നിട്ട് ഇവിടെ ചെക്കന്മാരെ തല്ലുണ്ട് പറഞ്ഞിട്ട് വിളിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ ഓടിയെത്തുന്നത്. ഞങ്ങളൊരു 4-5 ആൾക്കാരുള്ളൂ. അവർ ഏകദേശം ഒരു 10-20 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ അടി നടന്നത്. അങ്ങനെയാണ് 1-2 ആളെ തല പൊളിയും കൂടിയും എൻ്റെ ഇതുപോലെ കാലിൻ്റെ ലിഗമെന്റ് തെറ്റി. അതുപോലെ മൊത്തത്തിൽ ഡോക്ടർ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. പിന്നെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഡ്രൈവറാണ്, ബസ് ഡ്രൈവറാണ്. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പേർക്ക് തലയ്ക്ക് ആഴത്തിൽ മുറിവുകളേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയ ശേഷം പ്രതികൾ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവർ പ്രദേശത്തെ സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരിക്കേറ്റവർ ആരോപിച്ചു. കൊപ്പം വളാഞ്ചേരി പാതയിലെ പപ്പടിപ്പടിയിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. കൊപ്പം വളാഞ്ചേരി പാതയിലെ നടുവട്ടം പപ്പടിപ്പടിയിലാണ് സ്വകാര്യ ബസും ഫ്രൂട്ട്സ് കയറ്റി വന്നിരുന്ന മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7:30 മണിയോടെയായിരുന്നു അപകടം. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്. എതിർദിശയിൽ വന്ന ലോറി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ യാത്രക്കാരായ 6 പേർക്ക് പരിക്കുപറ്റി. ഇതിൽ 2 പേരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും 2 പേരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആരുടെയും നില ഗുരുതരമല്ല. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി. കുമ്പിടിയെ കുറ്റിപ്പുറത്തോട് നേരിട്ട് ബന്ധിപ്പിക്കുന്ന പാലം ഫെബ്രുവരി അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം. 102 കോടി രൂപ ചെലവഴിച്ചാണ് 418 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. 28 ഷട്ടറോട് കൂടിയ റെഗുലേറ്റർ ജലസംഭരണത്തിനും ഗതാഗതത്തിനും ഒരുപോലെ സഹായകരമാകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഷട്ടറുകൾ അടച്ച് ജലം സംഭരിച്ചത് വിജയകരമായെന്ന് അധികൃതർ അറിയിച്ചു. 2022 ഒക്ടോബറിൽ ആരംഭിച്ച നിർമ്മാണം 2025 മെയ് 31 പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. ഇടയ്ക്കുണ്ടായ സാങ്കേതിക, കാലാവസ്ഥ, ഭൂസംബന്ധമായ വെല്ലുവിളികൾ മൂലം പ്രവൃത്തി അല്പം നീണ്ടുപോയെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായത് പ്രദേശവാസികൾക്ക് ആശ്വാസമായി. എറണാകുളത്തെ പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ കരാറെടുത്തത്. പദ്ധതിക്കായി കുമ്പിടി ഭാഗത്തുനിന്ന് 107 പേരിൽ നിന്ന് 82.5 സെന്റും കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് 41 പേരിൽ നിന്നായി 58.78 സെന്റ് സ്ഥലവും ഏറ്റെടുത്തിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
റെഗുലേറ്ററിന് ചുറ്റിപ്പറ്റി രൂപം കൊള്ളുന്ന ജലാശയം വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതോടെ ടൂറിസം രംഗത്തും വൻ സാധ്യതകൾ കൈവരും. നടപ്പാത, ലൈറ്റിംഗ് സൗകര്യം, പാർക്ക് വികസനം തുടങ്ങിയ അനുബന്ധ പദ്ധതികൾ നടപ്പിലായാൽ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും പദ്ധതി ഗുണകരമാകും. മുൻ MLA PV അൻവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓങ്ങല്ലൂർ അണ്ടലാടി സ്വദേശി ജിഷയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ മഞ്ഞളുങ്ങൽ അണ്ടലാടി സ്വദേശി നിഷയ്ക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. PV അൻവർ താക്കോൽ ദാനം നിർവഹിച്ചു. PV അൻവറിന്റെ കുടുംബ ട്രസ്റ്റായ P. ഷൗക്കത്ത് അലി മറിയുമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് വീട് നിർമ്മാണം നടക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബത്തിന് താമസിക്കുവാനുള്ള സൗകര്യമാണ് ഒരുക്കി നൽകുന്നതെന്ന് PV അൻവർ സൂചിപ്പിച്ചു. 100 കണക്കിന് വീടുകൾ ഈ പറയുന്നത് പോലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവിടുത്തെ ലീഡർഷിപ്പാണ് അവിടെ വീട് പലരുടെയും പൊളിപ്പിച്ചത്. ആ തറക്ക് മുകളിലാണ് പല വീടുകളും നമ്മൾ പണിത് തുടങ്ങിയത്. ചിലതൊക്കെ പൂർത്തിയാക്കി, ചിലത് 6 എണ്ണം പൂർത്തിയാകാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാൻ കഴിയാത്തത്? പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴേക്കും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5-8 മാസമായിട്ട് പിണറായിയുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ എൻ്റെ പ്രോപ്പർട്ടികൾ, അതുമായി ബന്ധപ്പെട്ട അറ്റാച്ച്മെൻറ്റ് കേസുകൾ, ഇപ്പോൾ 3-4 മാസം മുമ്പുള്ള ED വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. സാമ്പത്തികമായി ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ എല്ലാ നിലക്കും ഞെരുക്കി നമ്മൾ സമൂഹത്തിന് ചെയ്തിരുന്ന ചില നല്ല കാര്യങ്ങൾ അതുകൂടി മുടക്കിയവരാണ് ഈ പിണറായിയും ഈ സംഘവും. മാത്രമല്ല, ഇതൊരു വാർത്തയാക്കിയിട്ട് ചേലക്കര MLA തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത വാർത്ത നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചേലക്കര MLA പറഞ്ഞു, അൻവർ ഏറ്റെടുത്ത ഈ വീടുകൾ മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി എൻ്റെ പണികൾ തീർത്തു കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഉടനടി തീർത്തു കൊടുക്കുമെന്ന് പറഞ്ഞ MLA ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും കൂട്ടിപ്പിടിച്ച് ചെയ്തിട്ട് അതിലൊരു ചെറിയ പാളിച്ച, അല്ലെങ്കിൽ അത് സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. ഞാൻ ആരുടെടുത്തും പണം പിരിച്ചിട്ടല്ല ഈ വീടുകൾ അവിടെ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പം ഇന്ന് കൊടുക്കുന്ന നിഷക്ക് കൊടുക്കുന്ന വീടും ഇതിൻ്റെ ബാക്കി തന്നെയാണ്. ഓങ്ങല്ലൂർ കാരക്കാട്ടിലെ കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P. സുന്ദരൻ, ജില്ലാ ട്രഷറർ റഷീദ് മഞ്ഞളുങ്ങൽ, ജില്ലാ ഭാരവാഹി സിദ്ദിഖ് കാരക്കാട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷമീർ, MP മുരളീധരൻ എന്നിവരും താക്കോൽ ദാന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വീട് ലഭിച്ചതിൽ വലിയ സന്തോഷവും നിഷയും കുടുംബവും അറിയിച്ചു. ചോർച്ചയില്ലാത്തൊരു വീട്ടിൽ കിടക്കുന്നത് എൻ്റെ അതിയായ ഒരാഗ്രഹമായിരുന്നു കുറേ കാലങ്ങളായിട്ട്. അതിപ്പോൾ സാക്ഷാത്കരിച്ചാൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 1 നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 4 നാൾ നീണ്ടുനിൽക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നടൻ ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയും നടിയുമായ ഗോപിക അനിലും ശിഷ്ടാതിഥികളായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, വാർഡ് മെമ്പർ സജീഷ് കളത്തിൽ, ക്ഷേത്രമൂരാളന്മാരായ കോട്ടൂർ വാസുദേവൻ നമ്പൂതിരി, താത്താണത്ത് നാരായണൻ നമ്പൂതിരി, വേങ്ങാട്ടൂർ നാരായണൻ നമ്പൂതിരി, സമിതി ജനറൽ സെക്രട്ടറി KV വരുൺ പ്രസാദ്, പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ ചക്രവർത്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്ന് നടക്കുന്ന കലാസന്ധ്യയിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായിരിക്കും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ 30ഓളം ഇനങ്ങൾ കലാസന്ധ്യയിൽ അരങ്ങുണർത്തും. 26-ന് രാത്രി 7 മണിക്ക് ഗ്രൗണ്ടിൽ 11 ടീമുകൾ പങ്കെടുക്കുന്ന മെഗാ വീരനാട്യം അരങ്ങേറും. 28-ന് രാത്രി 8 മണിക്ക് നടപ്പന്തലിൽ മേളപ്രമാണി ചൊവ്വല്ലൂർ മോഹനൻ നായരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും അരങ്ങേറും. ഗവൺമെന്റ് കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ PK രാജൻ അനുസ്മരണം സംഘടിപ്പിച്ചു. SFIയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ PK രാജനെ അനുസ്മരിച്ചത്. PK രാജന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം ഒരുക്കിയത്. അനുസ്മരണ സമ്മേളനം SFI ജില്ലാ സെക്രട്ടറി S. വിപിൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ആ ക്യാമ്പസിന്റെ യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റവും കരുത്തോടുകൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇതേപോലെ തന്നെ KSU, MSF, ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ SFI വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എല്ലാ ക്യാമ്പസുകൾക്കകത്തും
അക്രമം നടത്തുക എന്നുള്ളത് KSUക്കാരന്റെ പരമ്പരയായിരുന്നു. അങ്ങനെ 2 ദിവസം ഹോസ്റ്റലിൽ ഉൾപ്പെടെ വലിയ മാരകമായിട്ടുള്ള ആക്രമണത്തിന് അവിടെ KSU നേതൃത്വം കൊടുക്കുകയുണ്ടായി. സഖാവ് നാട്ടിലായതുകൊണ്ട് തന്നെ 2 ദിവസം ക്യാമ്പസിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. 49 വർഷം തികയാണ് ഇന്ന്. 79ന്റെ സമയത്ത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. സ്വാഭാവികമായും ക്യാമ്പസിൽ നടന്ന സംഘർഷം പോലും അറിയാതെയാണ് സഖാവ് ക്യാമ്പസിലേക്ക് ചെല്ലുന്നത്. ആ ക്യാമ്പസിലേക്ക് ചെന്ന് വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി അന്ന് ഉച്ചയോടുകൂടി KSUവിന്റെ കാവാലികൾ കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ഏരിയ പ്രസിഡന്റ് പി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. PK രാജന്റെ സഹോദരൻ ഡോക്ടർ ഹരിദാസൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഷാദുലി, VS അനുജ, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, SFI ഏരിയ സെക്രട്ടറി K ജീവ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ O ജിജീഷ്, VT സുജിത്, വിവേക് K കുമാർ, A അശ്വതി, പട്ടാമ്പി കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഗൗതം കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല മണ്ഡലത്തിലെ സമഗ്ര ആരോഗ്യ വികസന പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ഭാഗമായി വീൽചെയറുകൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. 70 പേർക്ക് 10,000 രൂപ വീതം വില വരുന്ന വീൽചെയറുകളാണ് വിതരണം ചെയ്തത്. വീൽചെയർ ആവശ്യപ്പെട്ട എല്ലാവർക്കും പദ്ധതി പ്രകാരം ലഭ്യമാക്കി. CSR ഫണ്ട് ഉപയോഗിച്ച് ബെവ്കോയാണ് വീൽചെയറുകൾ വാങ്ങി നൽകുന്നത്. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP വിജിലേഷ്, ഡോക്ടർ TV നിഷ, ഡോക്ടർ E സുഷമ, രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. 10ഉം 100ഉം ഒന്നുമല്ല, 1000-ൽ പരം ചെമ്മരിയാടുകൾ തീറ്റ തേടി പട്ടാമ്പിയിലെ പാടശേഖരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. കാണാം ആ കാഴ്ച. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിന്നുമുള്ളൊരു കാഴ്ചയാണ് ഇത്. തമിഴ്നാട്ടിൽ നിന്നും തീറ്റ തേടി വള്ളുവനാട് പാടശേഖരനിലേക്ക് എത്തിയ ആട്ടിൻകൂട്ടങ്ങൾ. ചെമ്മരിയാടുകളും ജമിനാപാരിയും കോലാടും ഉൾപ്പെടെയുള്ള വിവിധയിനം ആടുകളും ഇക്കൂട്ടത്തിലുണ്ട്. 2 ആഴ്ചയോളമായി പെരുമുടിയൂരിലെ പാടശേഖരത്തിലാണ് ഇവരുടെ താവളം. വല കെട്ടിയൊരുക്കിയ കൂട്ടിലാണ് 1000-ഓളം വരുന്ന ആട്ടിൻകൂട്ടങ്ങൾ രാത്രി അന്തി ഉറങ്ങുന്നത്. പകൽ വിവിധ പാടശേഖരങ്ങളിൽ തീറ്റ തേടി അലയും. തമിഴ്നാട് സ്വദേശി നാച്ചിമുത്തുവും സംഘവുമാണ് ഈ ആട്ടിൻകൂട്ടങ്ങളുമായി പട്ടാമ്പിയിലും എത്തിയിരിക്കുന്നത്. കാൽനടയായാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിയത്. ഇവർക്ക് കാവലാളായി 5 നായ്ക്കളും കൂട്ടിനുണ്ട്. ആടുകളെ താമസിപ്പിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് നാച്ചിമുത്തുവും സംഘവും അന്തി ഉറങ്ങുന്നത്. രാപ്പകൽ ആടുകൾക്കൊപ്പം കഴിയുന്ന ഇവർക്കുമുണ്ട് ആടുജീവിത കഥകൾ പറയാൻ. വണ്ടിയിലും പോട്ടെ കാൽ കയ്യാലും പോയത് அவ்வளவு தூரம் நடந்து வந்தாச்சு. ஒரு நாளைக்கு 15 கிலோமீட்டர் வரும். ஒரு நாளே 15 கிலோமீட்டர் வந்துடும் ஆடு. இந்த ஆடுகளுக்கு தீറ്റ கிடைக்கிறதுக்கு கிடைக்கிற இடமெல்லாம் போகும். இனி அடுத்த இது ஒராഴ്ചக்கு அப்புறம் எங்க போகும்? குளமணம் போனால் 2 மாதம். குளமணம் போனால் 2 மாதத்துக்கு ஒரே இடம். உங்களுக்கு சம்பளம் தானே இந்த ആടുകളെ വിറ്റ് ലഭിക്കുന്ന തുക തന്നെയാണ് പ്രധാന വരുമാനമെന്ന് ഇവർ പറയുന്നു. ചെമ്മരിയാടുകളുടെ തോൽ എടുക്കുന്നതിന് ഇപ്പോൾ നിയന്ത്രണമുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചു. தோம் வெட்டியெல்லாம் பஞ்சாக்கிட்டு இப்போ எடுக்கிறதில்ல, அது கம்பியெல்லாம் உண்டாக்கிட்டு அது இப்போ எடுக்கிறதில்ல. அது இல்லை, இது தோலே எடுக்கிறதில்ல. காடு ஒன்று தான் இறச்சி பூராமல் அழியுது. பாலக்காடு தான் அழியுதே பூரா. பாலக்காட்டில் தான் பூராமல் எடுக்கிறாங்க இந்த ஆடு. எங்கள் ஏரியாவில் இதுதான் ஜாஸ்தி. எங்களுதெல்லாம் ஆடு நிறைய கொட்டை குட்டி 6 கிலோ 7 கிலோ வார குட்டியெல்லாம் விற்க கொட்டனால விற்க 6 கிலோ வாரம் 5 6,000 7,000 ആഴ്ചകൾ തോറും ഇവർ പാലക്കാടിന്റെ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുകയാണ്. തീറ്റ തേടിയുള്ള ഇവരുടെ യാത്ര നാട്ടുകാർക്ക് കാഴ്ച വിരുന്നൊരുക്കുകയും ചെയ്യുന്നു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.